മധ്യപ്രദേശിൽ, ഒറീസയിൽ, അതുപോലെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, ഛത്തീസ്ഗഡിൽ 4 സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെൻറ് അനുവദിക്കുകയാണ് 2 മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ്. ഒരാളെ പിടിക്കില്ല. കമ്മീഷൻ അടുത്തൊക്കെ ചെന്ന് ഒരു പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഒന്നിൽ ബജരംഗ് ദളുകാരെ ആക്രമിക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കും, ഇതുവരെയ്ക്ക് പോലീസ് ആക്രമിക്കും, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കും. അപ്പം ഞങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവർക്കെതിരായി രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ പെരുകുകയാണ്, വ്യാപകമായി. ഈ വർഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ, ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഇവർ കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ വിളിച്ചപ്പോൾ, ഒഡീഷയിൽ തന്നെ ഒരു അച്ഛനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളൽ തകർന്നിരിക്കുക. ഞാൻ ജബൽപൂരിൽ ബിഷപ്പിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രതിപക്ഷ നേതാവ്, ഇത് എല്ലാ ദിവസവും എന്നതുപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം, എല്ലാ ദിവസവും എന്നതുപോലെ. 150 പേര് ടൂറ് പോയതാണ്. ഇപ്പോൾ 2 കന്യാസ്ത്രീകളുടെ കഴുത്തിൽ ജപമാല ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൺവേർഷൻ നടത്തുകയാണ്, മതപരിവർത്തനം നടത്തിയാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിച്ചു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഈ ദേശവ്യാപകമായി ക്രൈസ്തവർക്കെതിരായി വലിയ ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ആളുകളാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ക്രിസ്മസ് വരുമ്പോൾ, ഈസ്റ്റർ വരുമ്പോൾ വീട്ടിൽ കൊണ്ട് കേക്കുമായിട്ട് ചെല്ലുന്നത്. ഈ കേക്കുമായിട്ട് വരുന്ന ആളുകളെ തിരിച്ചറിയുക എന്നതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇത് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം എടുത്തിട്ടുണ്ട്. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും.